ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കറിനാരങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈ ഓണം സീസണിലൊക്കെ കിട്ടുകയും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നാരങ്ങ അച്ചാർ കയ്പില്ലാതെയും നമുക്ക് കുറേ കാലങ്ങളോളം നമുക്ക് ഈ അച്ചാറുണ്ടാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഒരു കറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ നാരങ്ങ നന്നായി ഒന്ന് കഴുകി നമുക്ക് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് വരെ അതിനെ ഒന്ന് തിളപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ തന്നെ രണ്ടായിട്ട് മുറിച്ച് അതിനെ ചെറു കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. അതിൻ്റെ അരികൾ അകത്തുള്ളതെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ നാരങ്ങയെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ചെറു കഷ്ണങ്ങളായിട്ട് ഇതേപോലെ തന്നെ അരിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് 10 മിനിറ്റോളം വെന്തതുകൊണ്ട് തൊലിക്കധികം കട്ടിയില്ല, നമുക്ക് വേഗം തന്നെ അരിഞ്ഞെടുക്കാം. ഞാൻ സാധാരണയായി നാരങ്ങ അച്ചാർ, നമ്മുടെ ചെറുനാരങ്ങ അച്ചാറാണ് ഇടാറുള്ളത്. ഒരു പ്രാവശ്യം കറിനാരങ്ങ കിട്ടിയപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഓണസദ്യയിലൊക്കെ ഈ നാരങ്ങ അച്ചാറാണ് സാധാരണയായി ഇടാറുള്ളത്. ഈ നാരങ്ങാച്ചാറ് ഇതേപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വെള്ളക്കിടുന്ന വിധത്തിലും നമുക്ക് നാരങ്ങാച്ചാറ് റെഡിയാക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ സാധാരണയായി മുളക് പൊടി ഇട്ടാണ് മിക്കവാറും അച്ചാറുകളൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഒരു 3 പച്ചമുളകും അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലെടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാറിട്ടത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 1 സ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം കൂടെ ഈ ചൂടായ എണ്ണയിലിട്ട് കൊടുക്കാം. അങ്ങനെ ചെറു തീയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നീട് നമുക്ക് ഈ മസാലയ്ക്കൊന്നും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മസാല മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങളും കൂടെ ഈ മസാലയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ നാരങ്ങ അരിയുമ്പോൾ തന്നെ അതിനകത്ത് സ്വല്പം മഞ്ഞളും ഉപ്പ് കൂടെ ചേർത്ത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാനതൊന്നും മസാലകളൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഈ നാരങ്ങയിൽ ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വിനാഗിരി എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ് ഉപയോഗിച്ചത്. സാധാരണ ഞാൻ വിനാഗിരി ഉപയോഗിക്കാറില്ല. വിനാഗിരി അത് ശരീരത്തിന് അത്ര നല്ലതല്ല, എല്ലിനുമൊന്നും അത് ഗുണം ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ് ഒഴിച്ചത്. മുൻപ് ഈ നാരങ്ങാച്ചാർ ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്ക് തോന്നത്തില്ല. അങ്ങനെ നന്നായിട്ട് മസാലയെല്ലാം ഈ നാരങ്ങയിൽ ഇളക്കി യോജിപ്പിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ചേർത്ത് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ നാരങ്ങ അച്ചാർ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ നാരങ്ങ അച്ചാർ നമ്മുടെ റെഡിയാവും. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ നാരങ്ങ അച്ചാർ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ വർഷങ്ങളോളം കേടാകാതെ നമുക്ക് വെച്ചേക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓൺ ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ വഴിയായി കാണാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴിയായി അറിയിക്കുകയൂടെ വേണം. ഇനിയും പുതിയ റെസിപ്പിയോടുകൂടെ വരുന്നിടം വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.